ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാരമലൈസ്ഡ് സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഇവിടെ 200 ഗ്രാം വെർമിസെല്ലിയുടെ സേമിയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് ഒടിച്ചെടുക്കാം കേട്ടോ. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ അടുത്തുള്ള ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടണം. എങ്കിലല്ലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ അതേ ഞാനിവിടെ എല്ലാ സേമിയയും ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് കേട്ടോ അടുപ്പിൽ വെച്ചേക്കണം. ഇതിലേക്ക് നമ്മൾ ഒടിച്ചെടുത്ത സേമിയ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് തീയൊന്നും കൂട്ടി വെക്കരുതേ. അപ്പോൾ തീ അധികം കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ഒന്നും കൂടിയും കയ്യിലോണ്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരും. കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകുന്നല്ല കേട്ടോ. ചെറുതായിട്ട് ഇത് കണ്ടോ, ചെറിയൊരു മാറ്റം വന്നാണ്ടോ. ഈ ഒരു കളർ വരുന്ന സമയത്ത് നമുക്ക് അടപ്പ് ഓഫാക്കിയേക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത സേമിയ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കശുവണ്ടിയും മുന്തിരിയും എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ നെയ്യിലേക്കിട്ട് ഈ കശുവണ്ടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇത് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി നമ്മുടെ മുന്തിരിയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കറുത്ത മുന്തിരിയും വെള്ള മുന്തിരിയും ഒരുമിച്ചാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വീർത്ത് വരുന്ന സമയത്ത് നമുക്കിത് ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യമേ തന്നെ ഫ്രൈ ചെയ്ത് വെക്കണം കേട്ടോ. നമ്മുടെ പായസം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം റെഡിയാക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ 2 പാക്കറ്റ് പാല്. ഈ പാല് നമുക്ക് പയ്യെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. തിളപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ല. പയ്യെ ഒന്ന് ചൂടാക്കി എടുക്കാം. പാൽ എപ്പോഴും നമ്മൾ ഇളക്കി കൊടുത്ത് വേണം കേട്ടോ ചൂടാക്കാനും ഒക്കെ. തിളപ്പിക്കുമ്പോഴും എല്ലാം ഇങ്ങനെ ഇളക്കി കൊടുത്ത് ചെയ്യണം. പാട ചൂടാതിരിക്കാനാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടോ, പഞ്ചസാര നന്നായിട്ട് ഉരുകി വരണുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം പയ്യെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സമയമെല്ലാം നമ്മുടെ അടപ്പ് സിമ്മിൽ വേണം കേട്ടോ ഇടാൻ. തീ കൂട്ടി വെക്കരുതേ. തീ കൂട്ടി വെച്ചാൽ പഞ്ചസാര കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കരിയാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കണം. എങ്കിലാണ് നമ്മുടെ പായസത്തിന് നല്ല രുചി ഉണ്ടാവുള്ളേ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ഇത് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഉരുകി വരാനുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇതും നന്നായിട്ട് ഉരുകി വരാനായിട്ട് നമുക്കിതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കാതെയൊക്കെ നന്നായി സൂക്ഷിക്കണം. നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തത്. ഇതൊട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴെല്ലാം അടപ്പ് സിമ്മിൽ തന്നെ ഇട്ടേക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം അടിയിൽ പിടിക്കും, പാത്രത്തിന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയെടുത്ത പാലില്ലേ, ആ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്കിത് കട്ട എങ്ങാനും കുത്തി പോവുകയാണെങ്കിൽ, നമ്മൾ കാരമലൈസ് ചെയ്ത സിറപ്പ് ഉണ്ടല്ലോ, അത് കട്ട കുത്തുവാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അത് മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ ഇതിലേക്ക് 500 ml വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. നമ്മൾ പായസമൊക്കെ ഇളക്കുമ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ ഇളക്കാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി മാറി ഇളക്കരുത്. ഒരേ ഡയറക്ഷനിൽ നിങ്ങൾ എങ്ങോട്ടാണോ ഇളക്കിയത് ആ സെയിം ഡയറക്ഷനിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് വെന്തോന്ന് നോക്കാം. ഇടയ്ക്ക് ഇത് വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ. കൈ കൊണ്ട് ഒന്ന് അമർത്തി നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സേമിയ വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, പാലെല്ലാം കുറച്ച് കുറുകിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടപ്പ് ഓഫാക്കിയേക്കാം. അടപ്പ് ഓഫാക്കിയാലും നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പായസത്തിൽ പാട ചൂടും. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കാഷ്നട്ട്സും മുന്തിരിയും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമലൈസ്ഡ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത്. ഈ നെയ്യ് നമ്മൾ നേരത്തെ കശുവണ്ടിയും മുന്തിരിയും എല്ലാം ഫ്രൈ ചെയ്തെടുത്തില്ലേ, അപ്പോൾ ആ ചട്ടിയിൽ ബാക്കി ഉണ്ടായിരുന്ന നെയ്യാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ വിഷുവിന് എൻ്റെ എല്ലാ കൂട്ടുകാരും സേമിയ പായസം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രുചിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റിൽ നിന്നും ഒരു നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിലും കളറിലും ഉള്ളൊരു പായസമാണ് കേട്ടോ. ഒരു നല്ലൊരു എന്താ പറഞ്ഞാൽ നമ്മുടെ ഒരു ബൂസ്റ്റിൻ്റെയൊക്കെ ഒരു കളറാണ് കേട്ടോ നമ്മുടെ ഈ പായസത്തിന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.